ബസ് കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് ഇതിനകത്ത് കെയറിനോട് കൂടിയിട്ട് തന്നെ തേജു നമ്മുടെ യൂണിഫോമിന്റെ ബെൽറ്റ് ആട്ടോ ഫസ്റ്റ് ഊരിയ. അത് ബെൽറ്റ് ഇഷ്ടമാഞ്ഞിട്ടല്ല കേട്ടോ, നമ്മുടെ ഷർട്ട് ഇൻ ചെയ്തിട്ടില്ലേ അതൊന്ന് പുറത്തേക്കൊക്കെ വലിച്ചു വാരി ഇടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അവന്റെ സാധനങ്ങളൊക്കെ അവൻ ഭദ്രമായിട്ട് വെക്കേണ്ടടുത്ത് കൊണ്ട് വെക്കൂട്ടാ. പിന്നെ ഞാൻ അവന് വൈകുന്നേരത്തേക്ക് ഇതാ ബ്രെഡ് നെയ്യിൽ പൊരിച്ചു കൊടുക്കട്ടോ ചെയ്യാം. അവന് ഒന്നെങ്കിൽ ബ്രെഡോ അല്ലെങ്കിൽ നമ്മുടെ നേന്ത്രപ്പഴം ഇല്ലേ അതൊക്കെ ഇങ്ങനെ വൈകുന്നേരത്ത് പൊരിച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് ബ്രെഡാട്ടാ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് ഞാൻ ശർക്കര കാപ്പിയും കൂടി വെച്ചിട്ടുണ്ടായിരുന്നേ, അതും അര ഗ്ലാസ് എടുത്തിട്ട് വൈകുന്നേരത്തെ ചായ കുടിക്കാനായിട്ട് ഇരിക്കുന്നത്. അവന് ഇടയ്ക്ക് സ്നാക്സിന് ഞാൻ ഇതാ കൊടുത്തയക്കുക. അത് സ്നാക്സിന് ഇന്ന് കൊടുത്തയച്ചേക്കുന്നത് വേറെ എന്തോ ആണ് കേട്ടോ, അതാണ് വൈകുന്നേരത്തേക്ക് ഇതാക്കിയേക്കണത്. പിന്നെ അതേ ഞങ്ങൾ ടി വി ഒക്കെ കണ്ടിട്ട് ഇരുന്ന് ചായ കുടിക്കട്ടെ. അപ്പോൾ ടി വിയിൽ കാണണത് വേറെ ഒന്നല്ല കേട്ടോ, നമ്മുടെ കിച്ചുട്ടന്റെ വീഡിയോ ആയിട്ടാ തേജു ഇരുന്ന് കാണണത്. കിച്ചുട്ടൻ ഇങ്ങനെ വർത്താനൊക്കെ പറയുന്നത് കാണുമ്പോഴേ നല്ല രസമായിട്ടിരുന്ന് കാണുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ചെറുതായിട്ട് മഴക്കാർ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ പിന്നെ എന്തായാലും നമുക്കിവിടെ ഷെഡ് കെട്ടുണ്ട് കേട്ടോ നമ്മുടെ വണ്ടിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ വീഡിയോയിൽ ഇടുന്നേക്കാൻ മുന്നേ ഇവിടെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാണ്ട് ഈ സൈഡില്. അപ്പൊ കലാത്തിയുടെ അടിയിൽ നിൽക്കുന്ന എല്ലാ ഇലകളും ഞാൻ മുറിച്ച് മാറ്റി ഒന്ന് അവിടെ ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമ്മുടെ തേജു ഇത് സൈക്കിൾ എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ പിള്ളേരൊക്കെ സൈക്കിൾ ഓടിക്കുന്ന റോട്ടിൽ കൂടെ അങ്ങനെ കാണാണ്ട്. അപ്പൊ അതുകൊണ്ട് കുട്ടിക്കും ഭയങ്കര ആഗ്രഹമായിട്ട്, അവനാണെങ്കിൽ ഭയങ്കര പേടിയാട്ടോ. വീഴോ ഒരു വട്ടം വീണോണ്ട് പിന്നെ വീഴോ എന്നുള്ള പേടിയായ കാരണം ഇപ്പൊ റോട്ടിക്ക് ഇറങ്ങണില്ല, ഇത് കൂടെ ചവിട്ടി അങ്ങോട്ട് ശീലാക്കട്ടെ ചെയ്യണുള്ളൂ. ഞാനാണെങ്കിൽ മഴ വരണേക്കാൾ മുന്നേ പെട്ടെന്നൊന്ന് ക്ലീൻ ആക്കണം എന്ന് വിചാരിച്ചിട്ട് വെപ്രാളം അടിച്ചിട്ടായിട്ട് എല്ലാം ചെയ്യണത്. വെപ്രാളം അടിക്കുന്നുണ്ടെങ്കിലും കൂടിയിട്ട് നീറ്റായിട്ട് തന്നെയായിട്ട് ചെയ്യണത്. അപ്പൊ എല്ലാ ചപ്പും ചവറും എല്ലാതും അതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ അതേ മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വേസ്റ്റ് ഒക്കെ അതിൻ്റെ ഉള്ളിൽ കുറച്ച് അപ്പുറത്തുനിന്ന് തേക്കിന്റെ ഇല വീണുണ്ടായിരുന്നല്ലോ, അതൊക്കെ ഇങ്ങനെ നനഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ അതേ പറക്കി എടുത്തിട്ട് എല്ലാം കോരി ഇതേ ബക്കറ്റിൽ നിറച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഈ തേക്കിന്റെ ചെറിയ മണി പോലത്തെ സാധനങ്ങൾ വീഴൂട്ടോ, അത് കുറെ കോരി എടുത്തു, പക്ഷെ കുറെ കിട്ടണില്ല. അപ്പൊ ഞാനൊക്കെ ഇത് അങ്ങോട്ട് തന്നെ അടിച്ച് നീക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് ഇപ്പുറത്തെ സൈഡും കൂടി അടിച്ച് വാരി മൊത്തത്തിൽ നമ്മുടെ മുറ്റം ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്ക് ഇത് ചെറിയ രീതിക്ക് മഴ ചാറി ഞാൻ വേഗം മേലൊക്കെ കഴുകിയിട്ട് ഇത് വിളക്കുളത്തായിട്ട് ചെയ്യണത്. ഈ പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, പക്ഷെ ഈ മഴയുടെ സൗണ്ട് കാരണം നമുക്ക് പാട്ട് കേൾക്കില്ല, കാരണം അമ്മാതിരി മഴയാട്ടാ പുറത്ത് പെയ്യണത്. കാറ്റും നല്ല മഴയും ഇടിമിന്നലില്ല കേട്ടാ. ഈ കേൾക്കണ സൗണ്ട് മഴയുടെ സൗണ്ട് ആട്ടോ. കണ്ട ടി വിയിൽ ഞാൻ പാട്ട് വരെ വെച്ചിട്ടുണ്ട്, അതിന്റെ ഒരു അംശം പോലും കേൾക്കാല്. നല്ല രീതിക്ക് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ വണ്ടി ഇവിടെ കിടക്കുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്, എന്തായാലും പെട്ടെന്ന് നമ്മൾ ഷെഡ് പണിയൂലോ. അപ്പൊ എന്തായാലും അതുവരെ അങ്ങനെ കിടക്കട്ടെ വെച്ചിട്ടാണ്. പിന്നെ ഇത് ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഉണ്ടല്ലോ, ഇതിന് മുന്നേ ഞാൻ ഇതിന്റെ ഒരു യെല്ലോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിന്റെ വേറെ കളർ ചേഞ്ച് ആട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എടുത്തൊരു നൈറ്റ് വെയർ ആട്ടോ ഇത്. അപ്പൊ ഇതിന്റെ ലിങ്ക് ആവശ്യമുള്ളവർക്ക് ഞാൻ റൈറ്റ് സൈഡിൽ ടാഗ് ചെയ്യാം. പിന്നെ ഞാനൊരു ഹാൻഡ് ബാഗും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് സ്ലിംഗ് ബാഗ് ആയിട്ട് ഉപയോഗിക്കാം, അല്ലാണ്ട് ഇത് ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റൂട്ടോ. അപ്പൊ ഇതിലെ എക്സ്ട്രാ അതിന്റെ ഒരു വള്ളിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. കുറെ നാളായിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു ബ്ലാക്ക് ബാഗ് വാങ്ങണം എന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തായാലും ഇതിന്റെയൊക്കെ ലിങ്ക് ഞാൻ റൈറ്റ് സൈഡിൽ കൊടുക്കാവേ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.